ആഗ്രഹിച്ചതൊന്നും കിട്ടാതെ വന്നപ്പോൾ പി അൻവറിന്റെ കിളി പറന്നു എന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ വെച്ച് മാധ്യമപ്രവർത്തകർ അൻവറിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അൻവർ പറഞ്ഞ മറുപടികളിൽ നിന്നാണ് ഇങ്ങനൊരു വിശകലനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അൻവർ പറയുന്നു, നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ല. കിളി പറന്നതാണോ അതോ ഏതെങ്കിലും കിളി വന്നു ചേർന്നതാണോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. കിട്ടിയതൊന്നും പോരാ, ആഗ്രഹിച്ചതൊന്നും കിട്ടിയതുമില്ല. ഇതാണ് അൻവറിന്റെ അവസ്ഥ. അതുകൊണ്ട് എന്താണ് പറയുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. ഇന്നലെ വരെ, അതായത് തൊടുപുഴയിൽ PJ ജോസഫിനെ കാണുന്നതിന് തൊട്ടു മുമ്പ് വരെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചും നിലമ്പൂരിൽ സ്ഥാനാർത്ഥി ആരാകണമെന്നതിനെക്കുറിച്ചുമൊക്കെ എല്ലായിടത്തും പറഞ്ഞു നടന്ന അൻവർ PJ ജോസഫിനെ കണ്ട് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ വസതിക്ക് മുന്നിൽ വച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് പറഞ്ഞത്, നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയില്ല, സംശയമുണ്ട്. കാരണം ഉപതെരഞ്ഞെടുപ്പിനുള്ള നടപടിക്രമങ്ങളൊന്നും നാളിതുവരെ തുടങ്ങിയിട്ടില്ല, അത് സംശയം ബലപ്പെടുത്തുന്നു എന്ന് അൻവർ വെട്ടിത്തുറന്ന് പറയുന്നത്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ നടക്കില്ലയോ എന്നൊക്കെ അൻവറോ അല്ലെങ്കിൽ മറ്റേ രാഷ്ട്രീയ കക്ഷികളോ അല്ല പറയേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതിൻ്റെ തീരുമാനമെടുക്കേണ്ടത്. അന്തിമ തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എടുക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലമ്പൂരിനെ കുറിച്ച് യാതൊരു പരാമർശവും നടത്തിയിട്ടില്ല. ഉടനെ ഉണ്ടാകും എന്നൊരു സൂചനയാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും വച്ച് പുലർത്തുന്നത്. പക്ഷേ ഒന്നിലും ഒരിടത്തും പ്രതീക്ഷയില്ലാത്ത അൻവർ പറയുന്നു, നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല. അത് ഒന്നുകിൽ വാർത്താ പ്രാധാന്യം കിട്ടാൻ, മാധ്യമങ്ങളിൽ ലീഡ് ന്യൂസ് വരാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആഗ്രഹിച്ചതൊന്നും ലഭിച്ചില്ല. ഒന്ന്, UDFിലെ ഘടകകക്ഷിയാക്കുക എന്ന ആഗ്രഹം. ആദ്യം പോയി കോൺഗ്രസ് നേതാക്കളെ കണ്ടു, കെ സുധാകരനെ കണ്ടു, VD സതീശനെ കണ്ടു, രമേശ് ചെന്നിത്തലയെ കണ്ടു. മൂന്ന് പേരും പറഞ്ഞു ഹൈക്കമാൻഡിന്റെ തീരുമാനം വരണം. ഒടുവിൽ ഹൈക്കമാൻഡ് പറഞ്ഞു, കേരളത്തിൽ വേണമെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനെ സഖ്യകക്ഷിയാക്കുന്നതിൽ എതിർപ്പില്ല എന്ന് ഹൈക്കമാൻഡ് പറഞ്ഞതായി വാർത്തകൾ വന്നെങ്കിലും VD സതീശൻ അത് പറഞ്ഞു. ഡൽഹിയിൽ നിന്ന് തീരുമാനം വന്നുവെന്ന് ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ എങ്ങനെയാണ്? അങ്ങനെ നിങ്ങൾ നുണവാർത്തകൾ കൊടുത്താൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റിയെ തന്നെ അത് ബാധിക്കില്ലേ എന്ന് VD സതീശൻ തന്നെ ചോദിച്ചത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹൈക്കമാൻഡിൽ നിന്ന് അനുമതി ലഭിച്ചു എന്നൊക്കെ പറഞ്ഞു കൂട്ടുന്നത് അല്ലെങ്കിൽ പറഞ്ഞു നടക്കുന്നത് അൻവർ തന്നെയാണ് എന്ന് ചുരുക്കം. കാരണം VD സതീശൻ ആ ഡൽഹി തീരുമാനമുണ്ട് എന്ന് പറഞ്ഞ സംഭവത്തെ നിരാകരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ പറയുന്നു, നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് UDF പ്രവേശനം, മുന്നണി പ്രവേശനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഇദ്ദേഹം പങ്കുവച്ച് നടന്നു. അൻവർ വിളിച്ച് പറഞ്ഞു നടന്നു. അപ്പോഴേക്കും VD സതീശന്റെ അടുത്ത കമന്റ് വന്നു, വാതിൽ തുറന്നിട്ടുമില്ല അടച്ചിട്ടുമില്ല, എന്നിട്ട് ഒരു പരിഹാസ ചിരിയും ചിരിച്ചു. അതിൽ നിന്നും നമ്മൾ വായിച്ചെടുക്കേണ്ടത് എന്താണ്? അൻവറിനെ ഇപ്പോൾ മുന്നണിയിലെടുത്താൽ ചില തലവേദനകളുണ്ട്, തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്നത് പോലെയാകും എന്ന ചിന്ത കോൺഗ്രസ് നേതാക്കൾക്കും ഘടകകക്ഷി നേതാക്കൾക്കുമുണ്ട്. പക്ഷേ ഇക്കാര്യം അൻവറിനും അറിയാം. അതുമാത്രമല്ല, തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം അൻവറിനെതിരെ മമതാ ബാനർജിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. 2 നിരീക്ഷകരെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കുന്നുവെന്ന് വിലയിരുത്താൻ 2 പേരെ നിയോഗിക്കുമെന്നാണ് സംസ്ഥാന സമിതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം തന്നെ അൻവർ മുസ്ലിം ലീഗ് നേതാക്കളെ ആദ്യം കാണാൻ ശ്രമിച്ചു. അപ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് അവർ തയ്യാറായില്ല. എന്നാൽ പിന്നീട് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയെല്ലാം കഴിയുമ്പോൾ അൻവർ പറഞ്ഞുകൊണ്ടിരുന്നത് UDFിലേക്കുള്ള മുന്നണി പ്രവേശനം അനിവാര്യമാണ്, അത് ഉടനെ തന്നെ സാധ്യമാകും, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് സാധ്യമാകുമെന്നാണ്. എന്നിട്ട് RMP നേതാക്കളോട് സംസാരിച്ചു, അതുപോലെ CMP നേതാക്കളോട് സംസാരിച്ചു, അതുപോലെ RSP നേതാക്കളോട് സംസാരിച്ചു. എല്ലാവർക്കും തന്നെ, അതായത് തൃണമൂൽ കോൺഗ്രസിനെ ഘടകകക്ഷിയാക്കുന്നതിനോട് എതിർപ്പില്ല, ഭയങ്കര ശുഭപ്രതീക്ഷയാണ് എന്നൊക്കെ പറഞ്ഞു പോയ അൻവർ തൊടുപുഴയിലെത്തുമ്പോൾ ആകെ മലക്കം മറിയുന്നു. തൊടുപുഴയിലെത്തി PJ ജോസഫിനെ കണ്ടത് എന്തായിരുന്നു കൂടിക്കാഴ്ചയുടെ രഹസ്യം, അല്ലെങ്കിൽ കൂടിക്കാഴ്ച എന്തിനു വേണ്ടിയായിരുന്നു എന്ന ആദ്യ ചോദ്യത്തിൽ തന്നെ അൻവർ പറയുന്നുണ്ട്, UDFിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവാണല്ലോ, അദ്ദേഹത്തെ വന്ന് കാണേണ്ടത് ഒരു മര്യാദയുടെ പേരിൽ കണ്ടു എന്ന് പറഞ്ഞ് തുടങ്ങിപ്പോയപ്പോഴാണ് പിടിവിട്ടുപോയത്, കിളിപാറിപ്പോയത്. പറയുന്നു, നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല, സംശയമാണ് ഇക്കാര്യത്തിൽ. തീർന്നില്ലേ? അപ്പോൾ ഇതുവരെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നതൊക്കെ അവിടെ വീണു. കാരണം ഈ നേതാക്കളെ കണ്ട് ശുഭപ്രതീക്ഷയാണ്, മുന്നണി പ്രവേശം ഉടനെ സാധ്യമാകും, ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് സാധ്യമാകും എന്നൊക്കെ വീമ്പിളക്കി സ്വയം ആശ്വസിച്ചിരുന്ന അൻവറിനെ ആ പ്രതീക്ഷകളൊക്കെ മങ്ങുന്ന പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന്.
ഏതായാലും PV അൻവർ രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയായി ഇങ്ങനെ വീണ്ടും വീണ്ടും തെരുവുകളിലൂടെ ഓരോ രാഷ്ട്രീയ നേതാക്കളെ കണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. എന്താകും പരിസമാപ്തി എന്ന് ഇനി PC ജോർജിന്റെ അവസ്ഥയാകുമോ PV അൻവറിനെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.